എന്തൊരിതേക്ക് ഇത്ര ടെൻഷൻ? ഇന്റർവ്യൂ ടഫായിരിക്കും എന്നൊരു പേടി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോ പിന്നെ എന്തിനാ പേടിക്കുന്നേ? അദ്ദേഹം ഇന്ന് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ചെയ്യുന്നേ. ദൈവമേ, നീ പേടിക്കണ്ട. ഒരുപക്ഷെ ആള് നല്ലവനാണെങ്കിലോ? പല്ലവി, എനിക്കൊരു ജോലി ഇപ്പൊ വലിയ ഇമ്പോർട്ടന്റാ. എന്റെ കാര്യങ്ങള് നീ കരുതും പോലെ അല്ല. എനിക്കറിയാം മൃതികെ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. അച്ഛൻ തറവാട്ടിലേക്ക് താമസം മാറാൻ സമ്മതിക്കില്ല. സൂര്യമംഗലം കോവിലകത്തിന് പല കൊട്ടാരങ്ങളും ഉണ്ട്. അതൊക്കെ അമ്മയുടെയും അമ്മമ്മയുടെ ആണെന്നൊക്കെ പറഞ്ഞു അച്ഛന്മാരില്ല. അവരുടെ 1 രൂപയുടെ ഔദാര്യം പറ്റാൻ അച്ഛന് താല്പര്യമില്ല. അച്ഛൻ പണ്ട് മുതലേ വലിയ അഭിമാനിയാ. അതാ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന. വർമ്മ സാറ് പല പ്രാവശ്യം MLA മന്ത്രിയൊക്കെ ആയിരുന്ന ആളല്ലേ ഋതികെ? പെൻഷൻ കിട്ടുന്നില്ലേ? അതൊക്കെ ആ കാർ ആക്സിഡന്റ് കേസ് കാരണം കോടതി വിലക്കിയിരിക്കുക. എന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് നോക്കണം. അച്ഛനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ. എന്തായാലും ഇന്റർവ്യൂ നല്ല ടഫായിരിക്കും. നമുക്ക് പ്രതീക്ഷയോടെ അകത്തോട്ട് കയറാം. നീ വാ. ഇല്ല, ഞാൻ ഉടനെ തിരിച്ചു വരില്ല. മിനിമം ഒരു 2 months. യാ. ആ ശരി എന്നാ. അമ്പുസ്വാമി, എന്താ സാറേ? ഇന്റർവ്യൂവിന് ടൈം ആയില്ലേ? സാറിന്റെ ടൈം എപ്പോഴാണോ അപ്പോഴാണ് ഇന്റർവ്യൂ. വാ പോവാം. ഓ ശരി സാർ. ഇന്റർവ്യൂ എവിടെയാണെന്ന് ചോദിക്കാം. ചോദിച്ചു നോക്കാം. മാഡം, ഇന്റർവ്യൂ എവിടെയാ? ദേ അവിടെയാ. അങ്ങോട്ട് പോ. ശരി. സ്വാമി, ഇന്റർവ്യൂവിന് ഒത്തിരി പേര് വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് വന്നിട്ടില്ല, കുറച്ചു പേരെ വന്നിട്ടുള്ളൂ. ഹലോ. സോറി, ഫയൽ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. പറഞ്ഞോളൂ. എന്തൊരിതേക്ക് ഇത്ര ടെൻഷൻ? ഇന്റർവ്യൂ ടഫായിരിക്കും എന്നൊരു പേടി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോ പിന്നെ എന്തിനാ പേടിക്കുന്നേ? രാജു. യെസ് റോഷിനി. എന്താ രാജു ഇത്? എന്റെ ഓമന പേര് റിയ എന്നല്ലേ? പിന്നെ എപ്പോഴും എന്തിനാ റോഷിനി എന്ന് വിളിക്കുന്നത്? എന്നെ രാജു റിയ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം. പിന്നെന്താ അങ്ങനെ വിളിക്കാം. ഇവളെന്റെ MD വിളയ്ക്കാനുള്ള പരിപാടിയാണ്. ഇവള് വിളഞ്ഞ പുള്ളിയാണല്ലോ. വലിയ പുള്ളികൾ തമ്മിൽ എന്തോ ആവാം, ശ്രദ്ധിക്കണ്ട. പോത്തിനെന്തോന്ന് ഏത്തവാഴ. പിന്നെ രാജുവിന്റെ ഓഫീസ് ഞാനാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് പ്യൂർലി എ ക്രിയേഷൻ ഓഫ് മൈ ഇമാജിനേഷൻ. കൊള്ളാലോ, താങ്ക് യു. പിന്നെ സാറേ, ഉള്ളത് പറയാലോ. വളരെ സിമ്പിളാണ് ഈ ക്യാബിൻ. പക്ഷേ ഇതിനൊരു ബ്യൂട്ടിഫുൾ ഇമേജ് ഉണ്ട്. ഞാനൊരു തള്ളിയതാണ്. ഇവളുടെ തള്ളു ഞാൻ ഇത്ര നേരം കേട്ടല്ലോ. ഇവിടെ കുറച്ച് കസേര നിരത്തിയിട്ടിരിക്കുന്നതല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. എന്റെ ദേവി, എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂ ഒന്ന് തുടങ്ങണേ. ഇവിടെ എനിക്ക് ജോലി കിട്ടണേ. എനിക്ക്
എനിക്ക് വേറൊരു വഴിയില്ലാഞ്ഞിട്ട് ജോലി കിട്ടണേ ദേവി. എന്തു പറ്റി? അത് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പല്ലവി, ഈ ജോലി കിട്ടണമെന്ന്. ആ, നിങ്ങളെല്ലാവരും ഇന്റർവ്യൂവിന് വന്നവരാണോ? അതെ സർ. ആ, പിന്നെന്തിനാണ് അനങ്ങാതെങ്ങനെ ഇരിക്കുന്നേ? ഓരോരുത്തരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസും CV-യും എല്ലാ ഡോക്യുമെന്റ്സും തന്നെ. ഓക്കെ. കുട്ടിയുടെ പേരെന്താ? പല്ലവി. ആ, കുട്ടിയുടെയോ? ഋതിക. കുട്ടിയുടെ ആഗ്നേയ. ഇന്റർവ്യൂ ഇപ്പൊ തുടങ്ങേ. എല്ലാരും റെഡി ആയിട്ടിരുന്നോ? ഇന്റർവ്യൂവിന് എത്ര വേക്കൻസിയാ ഉള്ളേ? ഓ മേഡം, അത് അറിഞ്ഞാലേ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുള്ളൂ. വെറുതെ മെനക്കെടണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇരിക്കെ, ഞാൻ വിളിക്കാമേ. ജോലി തന്നാലും ജോലിക്കാരെ ഇട്ട് ഞെക്കി പിഴിയും ഈ മുതലാളിമാര്. അപ്പോ തുടങ്ങിയേക്കല്ലേ സ്വാമി? ഓ, എല്ലാം സാറ് പറയും പോലെ. ആ, എന്നാ 1 മിനിറ്റ്, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. എവളും സാറുമായിട്ടുള്ള ഇന്റർവ്യൂ എന്തായാലും കുറച്ച് നാൾ തുടരും. സാറിൻ്റെ ഒരു ഇംഗിതം വെച്ച് നോക്കുമ്പോൾ എവളെ ലൈഫിലേക്ക് അപ്പോയിന്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലും ആവട്ടെ, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക്, ആട്ടും കാട്ടും ഉണങ്ങുന്നത് എന്തിന്? ഇവർ ഉണങ്ങുകയോ തിളയ്ക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പോ വിളിച്ചുള്ളൂ സ്വാമി. ഓ ഓ, ശരി സാർ, ഇപ്പൊ വിളിക്കാമേ. നിക്ക് സ്വാമി. ഇന്റർവ്യൂവിന് ഞാനിവിടെ ഇരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജു? എന്ത് പ്രശ്നം? ഈ കമ്പനിയിലെ അതോറിറ്റി ചാർജുകളെല്ലാം ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് റോഷ്നിയല്ലേ? ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത ആൾക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തൂടെ? താങ്ക് യു രാജു. അപ്പൊ സ്വാമി, ആ ഓ സാറേ, കാൻഡിഡേറ്റ്സിനൊക്കെ ഓരോരുത്തരായിട്ട് വിളിച്ചേക്ക്. ഓ ഓ ശരി സാർ, ഇപ്പൊ വിളിക്കാമേ. ആഗ്രഹല്ലേ? ആ അതെ. ആ വരൂ വരൂ വരൂ. ആ. വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. BBA കംപ്ലീറ്റ് ചെയ്തതാണോ? ആ അതെ സർ. ഓ